Hey everyone, it's me Aisha. Welcome back to my YouTube channel. നമ്മൾ എങ്ങോട്ടാ പോണത്? എന്റെ മുടി റെഡിയാക്കി ഫസ്റ്റ്. പൊട്ടിച്ചാള ഓഫാക്കേ എല്ലാരും കിട്ടല്ലോ. ഇന്നിപ്പോൾ ബാസമ്മ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം കുറച്ചായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങിനൊന്നും പോവല്ല. ഇതും ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഒന്നുമല്ല. ബാസമ്മിൽ പോകണം, അവിടെ പോയി ജസ്റ്റ് ചുറ്റിക്കറങ്ങി കണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവാണ്. പിന്നെ അതല്ല ഹെസക്കും എന്തോ സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഇസാൻക്ക് മൈൻക്രാഫ്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ ഹെസക്ക് വേറെ എന്തോ ഒരു സാധനം ഹെസ പറഞ്ഞിരിക്കണ്, ക്ലേയോ അങ്ങനെ എന്തോന്ന്. അപ്പോൾ അത് ബാസമിലുണ്ടോ നോക്കാം, അല്ലാതെ അല്ലറ ചില്ലറ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ ബാസമിലേക്ക് വന്നതിനു. എസിന്റെ ക്ലിപ്പ് സാധനങ്ങളൊക്കെ ഇട്ടേക്കാം, ഇന്റതും ഇട്ടേക്കാം, ഇന്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടേക്കാം. ഓപ്പൺ ആയിട്ടുള്ള വേണ്ട, അല്ല ഇവിടെ ഇതൊക്കെ സെയിം തന്നെ. അത് ആണ് ഇതിന്റെ ഓപ്പൺ വേർഷൻ അല്ല. ഇവിടെ ഓപ്പൺ ആണ്. ക്ലേ നോക്കണേ, ടോയ്സ് ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട് കേട്ടോ. കപ്സ മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പേര്. ഫുള്ള് ബേക്കിംഗ് ഐറ്റംസ്. പിന്നെ ഒരു കുഞ്ഞ് കിട്ടണം, നമ്മളെ എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയത്, കേക്ക് ഉണ്ടാക്കണമെങ്കിൽ. ആ കുനാഫ എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. സ്മെല്ല് നോക്കി ഇതാ അതിലൊഴിക്കല. ഇതിനെക്കാട്ട് നല്ല സാധനം അല്ലേ. നമുക്ക് ബുക്ക് വെക്കാൻ സാധനം വേണം. ഇതാണ് നമ്മളെ റൂമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ബാസമെന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. മീൻസ് ഞാൻ കുറച്ച് എസക്കൊക്കെ പറ്റിയ കുറച്ച് ടിക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വാങ്ങി. എസൻ്റെ ക്ലേ അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷാർമാസ് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഷാർമാസ് പോയി ക്ലേ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ കുനാഫ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ.
അപ്പം ഇസാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുനാഫ. ഇസാൻക്കല്ല എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഓനിക്കെന്തോ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കുനാഫ. അങ്ങനെ കുനാഫ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുന്ന് വേറൊരു സ്വീറ്റ് ഉണ്ട് കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നോർമലി വാങ്ങുന്ന ഒരു കുനാഫ അല്ല കേട്ടോ, ഇത് നമ്മൾ പുതിയൊരു സ്ഥലത്തു നിന്ന് വാങ്ങിയതേനും. പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ നോർമൽ വാങ്ങുന്ന കുനാഫയിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷെ എന്തായാലും സാധനം പെട്ടെന്ന് കാലിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കിട്ടണില്ല. ഇത് കഴിച്ചിട്ട് എക്സ്ട്രാ സീറ്റ് വേണ്ട, പക്ഷെ നമ്മള് വാങ്ങുന്ന ഇതാണ് കുനാഫ. കഴിച്ചിട്ട് വന്നാ സൂപ്പർ. നല്ല സാധനം തിന്നോട്ടെ. ഞാൻ ഓൾറെഡി പോകുന്നതിന് മുന്നിട്ട് തന്നെ ദോശൻ്റെ മാവും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച്, പിന്നെ പനീർ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് കേട്ടോ. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാവും, അതുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ പണികളൊക്കെ ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഇതാട്ടോ ആ പനീർ മസാല ദോശൻ്റെ ആ ഒരു മസാല ആയിട്ട് കൊടുക്കട്ടെ. ഇത് ഞാൻ ഇപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കുന്നതിനുകൊണ്ട് നല്ല കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം അധികം മസാല വേണ്ട, ഒരു കഴിക്കില്ല. അപ്പം കുറച്ച് മസാല. ഇപ്പം ദോശ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എടുക്കാം. ഇനി അടുത്ത ദോശ ഉണ്ടാക്കാം. എസക്കും ഇതാൻക്കും ഫസ്റ്റ് ഞാൻ വെച്ച് ഓരോന്നും കൊടുത്തു നോക്കാം, കാരണം അവർക്ക് അധികം മസാല എരിവ് അങ്ങനെയൊന്നും പറ്റില്ല. ഫസ്റ്റ് കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ അതൊന്ന് കൊടുക്കാം. അപ്പം ദോശ നല്ല സ്പൂൺ എടുത്ത് സാറി. ഇനി ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പം എന്തൊക്കെയാണ് വാങ്ങിയത് എന്ന് കാണാം കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ സാധനങ്ങളൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ വാങ്ങൽ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിങ്ങനെ പോകുന്നതിനോണ്ട് തന്നെ ഭയങ്കര വലിയ വലിയ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല. കാരണം നമ്മളൊരാഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ ജസ്റ്റ് അങ്ങനെ പുറത്ത് പോകും കേട്ടോ. ഇതേപോലെ കുഞ്ഞു ഇവിടെ നല്ല ക്യൂട്ട് ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നല്ല ഈ ആസ്തറ്റിക് സാധനങ്ങൾ കിട്ടണൊക്കെ നല്ല നല്ല ഷോപ്സ് ഉണ്ട്, നല്ല നല്ല സാധനങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ SM സ്ട്രീറ്റ് പോകുന്ന സമയത്ത് അങ്ങനെ ടൗണിലൊരു തല തൊട്ടിട്ട് ഒരു തല വരെ നടന്ന് അങ്ങനെ നോക്കും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഡ്രസ്സുകളായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ കൂടുതലും നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മേ ബി ഞാൻ കാണുന്നതോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലമോ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കൂടുതലും ഈ ക്യൂട്ടായിട്ടുള്ള ഈ പാത്രങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങൾ ഞാൻ കുറേ ഇവിടെ കണ്ടിരിക്കുന്നു കേട്ടോ. സെറാമിക് ടൈപ്പ് നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്കങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എല്ലാം വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ തോന്നും. അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിരിക്കണ്. പിന്നെ അതേപോലെ ഈ പെൺകുട്ടികൾക്ക് പറ്റിയ ഈ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഒരുപാട് കണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഷോപ്പിംഗ് ഈസ് ചീപ്പർ ദാൻ തെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ, സംഭവം ഭയങ്കര സത്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും മൂഡ് ഔട്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രെസ് റിലീഫായിരിക്കും. അത് നമുക്ക് നമ്മളെ മൂഡേ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. പക്ഷേ ഞാൻ ഈ ഷോപ്പിംഗ് ഇപ്പം ഞാൻ പോയത് ഞാൻ ഭയങ്കര സ്ട്രെസ്സായിരിക്കുന്ന സമയത്താണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ ജസ്റ്റ് ഒന്നൊരു ഡ്രൈവെങ്കിലും പോകുമ്പോൾ നമ്മൾ മൈൻഡ് ഓക്കെ ആവില്ലേ. എനിക്ക് ഈ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസുള്ളൊരു സംഭവം കേട്ടോ. പക്ഷെ എനിക്ക് എന്താ പറയുക,
വലിയ വലിയ സാധനങ്ങൾ വാങ്ങുന്നതല്ല, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എന്തെങ്കിലും വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ പോയപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല. ഹെസക്ക് പറ്റിയ ഒരു ഹെയർ ക്ലിപ്പുകൾ അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ വാങ്ങും കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ ടിക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങും. അപ്പോൾ എന്നോട് എൻ്റെ പേപ്പിൾ ചോദിക്കും, എന്തിനാ എപ്പോഴും ഇതിങ്ങനെ വാങ്ങണത്, അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഹെസക്കെന്ന്. പക്ഷെ ഞാനതങ്ങനെ വാങ്ങിയേക്കും. ഞാൻ പറയാം, നാട്ടിൽ പോകുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. കാരണം പെൺകുട്ടികളുടെ സാധനങ്ങൾ അത് വാങ്ങാനും അത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ കുറേ ഉണ്ടല്ലോ. അപ്പം ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൂട്ടും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലേനും. ഞാനൊരു കേക്കൊക്കെ അരിക്കൂലേ, പൊടി അരിക്കാൻ പറ്റിയ ആ ഒരു സംഭവമില്ലേ, അത് വാങ്ങി. പിന്നെ ഇതേപോലത്തെ ഒരു ഓർഗനൈസർ വാങ്ങി ഹെസക്ക്. ഈ ഹെസൻ്റെ ഈ ടിക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ പരന്ന് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതാകുമ്പം ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. പിന്നെ ഇസാൻക്ക് പിന്നെ ന്യൂട്ടല ഉണ്ട്, അപ്പോൾ ന്യൂട്ടല വേണം പറഞ്ഞപ്പോൾ അത് വാങ്ങി. അങ്ങനത്തെ കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിയിട്ടോ. പക്ഷേ കാര്യമായിട്ട് ഹെസക്കുള്ള ക്ലേ അവിടെ നിന്ന് കിട്ടിയില്ല. അത് നമ്മൾ പുറത്തുനിന്ന് പിന്നെ വാങ്ങിയതേനും. പിന്നെ ഇത് ഞാൻ ബാസിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഞാൻ തെമ്മൂന്ന് ഓർഡർ ചെയ്തതേനും. പക്ഷെ എനിക്ക് ചെറുതായിട്ട് പണി കിട്ടി. ഞാനിതൊരു ബോക്സ് പോലെയാണ് വിചാരിച്ചത്, പക്ഷെ ബോക്സ് ഇല്ലേനും, ഇതിങ്ങനെ ഓപ്പണായിട്ട് വരുന്ന ഒരു സാധനേനും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഓരോ ഐറ്റംസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതൊന്നും ഞാൻ ഒറ്റയടിക്ക് വാങ്ങിയ കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ തവണയായിട്ട്, ഇത് ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളുമല്ല, ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങിയത് വളരെ കുറവാണ് ഇതിൽ. ഇതൊക്കെ ഞാൻ കൂടുതലും നാട്ടിൽ നിന്ന് വാങ്ങിയതും. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ, ആ ഒരു ഗ്രീൻ കളർ ബോക്സ്. ആ ബോക്സും പിന്നെ അതിൽ കുറച്ച് റിങ്സും പിന്നെ ഈ ഒരു ഹാർട്ടിൻ്റെ ചെയിനും ഒക്കെ അതെനിക്ക് ഒന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതേനും. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.